വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ലൈഫ് സ്റ്റൈൽ ഓഫ് ഷെയർ ഷമീർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒപ്പം നിങ്ങൾ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാച്ച് അവർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, വാച്ച് അവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ വാച്ച് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പൂർത്തിയാകണമെങ്കിൽ നമ്മൾ വാച്ച് അവർ, അതായത് 4000 മണിക്കൂർ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ വാച്ച് അവർ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക, അതിനെന്താണ് വഴിയെന്ന് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് ആലോചിച്ചിരിക്കുന്ന ഉണ്ടാവാം. അപ്പോൾ നമുക്ക് അതെങ്ങനെ നേടിയെടുക്കാം, അത് എന്തിൽ നിന്നൊക്കെയാണ് കിട്ടുക, ഷോർട്സിൽ നിന്നാണോ അതോ ലോങ് വീഡിയോ ഇട്ടിട്ടാണോ ലൈവിൽ നിന്നാണോ? അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ലളിതമായ ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് അവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4000 മണിക്കൂർ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും അതേപോലെ തന്നെ ലൈവ് സ്ട്രീമിംഗ് കണ്ടക്ട് ചെയ്തിട്ടുമാണ് നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വേറൊരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരിക്കും കേട്ടോ ഇത്. ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയം കമ്പാരിറ്റീവ്ലി ലോങ് വീഡിയോസിനേക്കാളും കൂടുതൽ വ്യൂസ് നമുക്ക് ഉണ്ടാവുക ഷോർട്സിലായിരിക്കാം. അപ്പോൾ ഷോർട്സിൽ കിട്ടുന്ന വ്യൂസിൻ്റെ വാച്ച് അവർ നമ്മൾ ഒരിക്കലും ഈ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണതിൽ കാൽക്കുലേഷന് എടുക്കില്ല. അപ്പോൾ അത് നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് ക്രിയേറ്റേഴ്സ്, അതായത് ഇതിനെക്കുറിച്ച് ബേസിക്കായിട്ട് അറിവൊന്നും ഇല്ലാത്ത ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അവർ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മേഖല എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിലെ സ്റ്റുഡിയോയിൽ പോയി നോക്കുന്ന സമയം ടോപ്പ് പ്ലേസിലായിട്ട് നമുക്കിങ്ങനെ കാണാം ടോട്ടൽ വാച്ച് അവർ എന്ന് പറഞ്ഞിട്ട് ഇത്ര ടോട്ടൽ വാച്ച് അവർ അവിടെ കാണിക്കുന്നുണ്ടാവാം. അതിൽ ഷോർട്സിൻ്റെയും അതേപോലെ തന്നെ പബ്ലിക് ലോങ് വീഡിയോസിൻ്റെയും ലൈവിൻ്റെയും എല്ലാം പാടെ ഒരു ടോട്ടൽ വാച്ച് അവർ അവിടെ കാണിക്കും. തൊട്ട് താഴെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ വാച്ച് അവറും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ കാണിക്കുന്ന ആ ഒരു സെക്ഷൻ ഉണ്ടാവില്ലേ, അവിടേക്ക് നോക്കുമ്പോൾ വാച്ച് അവർ മുകളിലേക്കാളും കുറവായിരിക്കും. കാരണം അവിടെ എടുക്കുന്നത് പബ്ലിക് ലോങ് വീഡിയോസിൻ്റെയും അതേപോലെ തന്നെ ലൈവ് ചെയ്തിട്ടുള്ള വാച്ച് അവറാണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷനാണ്. അതാണ് നമ്മൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയ്ക്ക് എടുക്കുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളിത് തെറ്റിദ്ധരിക്കപ്പെടരുത്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ, ചില ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ വാച്ച് അവർ ഇത്ര ആയല്ലോ, പിന്നെ എന്തുകൊണ്ട് നമ്മൾ മോണിറ്റൈസേഷൻ ആവുന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു ഡൗട്ട് ക്ലിയറൻസ് ആണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചാനലൊക്കെ തുടങ്ങുന്ന സമയം നമ്മൾ ആദ്യം തന്നെ ഒരു ബേസിക് പ്ലാൻ ഉണ്ടാക്കി വെക്കുക. എങ്ങനെയാണ് നമുക്ക് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതിന് എങ്ങനത്തെ വഴിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതായത് നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഷോർട്ട് വ്യൂസ് ഫോക്കസ് ചെയ്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വാച്ച് അവർ ഫോക്കസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ബിഗിനർ യൂട്യൂബറാണ്. അപ്പോൾ 3 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് 10 മില്യൺ വ്യൂസൊക്കെ നേടിയെടുക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല കണ്ടൻസ് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫുള്ളി വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ആ ഒരു സെക്ഷനിലോട്ട് പോയി. അപ്പോൾ വാച്ച് അവർ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തത് പബ്ലിക് ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യായിരുന്നു, അതേപോലെ തന്നെ ലൈവ് കമ്പൽസറി ആയിട്ട് ഞാൻ ഇടായിരുന്നു. 2 നേരം ലൈവ് ഇട്ടിട്ടാണ് ഞാൻ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ എനിക്ക് ലൈവിൻ്റെ വ്യൂസ് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. പോകെ നമ്മുടെ ലൈവിനൊക്കെ നല്ല റെസ്പോൺസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി, നല്ല സപ്പോർട്ട് കിട്ടാൻ തുടങ്ങി, സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 3 മാസം ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തു, 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ തീരുമാനിക്കുക എങ്ങനെ നമ്മുടെ ചാനൽ മോണിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളും നല്ല രീതിക്ക് ആലോചിച്ച് നിങ്ങളും വീഡിയോസും അതേപോലെ തന്നെ ലൈവ് ചെയ്യൂ. അതേപോലെ തന്നെ ഷോർട്സ് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ഷോർട്സ് ഫോക്കസ് ചെയ്യൂ. നല്ല ഒരു പ്ലാനിങ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ഒരു ചെറിയൊരു അറിവാണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. സോ ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.